ഹായ് നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒരു വർഷം തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ടൊമാറ്റോ ദോശയാണ്. ടൊമാറ്റോ ദോശ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല, ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടൊമാറ്റോ ദോശയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരോട് വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വേണം, വറ്റൽമുളക് വേണം. ഇഞ്ചി ഈ ഒരു സൈസിലൊക്കെ മതിയാവും, ചെറിയൊരു കഷ്ണം മതിയാവും. പിന്നെ 2 വറ്റൽമുളക്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് ജീരകമാണ്. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയും മല്ലിയിലയും. സവാള ഞാൻ ഒരു സവാളയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില മാത്രമായിട്ട് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. പിന്നെ റവ ചേർത്ത് കൊടുക്കാം. റവയും 1/2 കപ്പാണ് ചേർക്കുന്നത്. റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി 1/4 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്നിട്ട് ബാറ്റർ നല്ല തിക്കായി വന്നിട്ടുണ്ട്. റവയൊക്കെ ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ടൈം കഴിയും തോറും ബാറ്റർ തിക്കായി കൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്റർ ഇതുപോലെ തിക്കായിട്ടല്ല വേണ്ടുന്നത്, നല്ല ലൂസായിട്ടാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മോരും വെള്ളം പോലെ ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോയോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഇങ്ങനെയാണ് വേണ്ടുന്നത്. നമ്മൾ റവ ദോശക്കൊക്കെ ബാറ്ററി റെഡിയാക്കില്ല, അതിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ഒരു ദോശയ്ക്കും. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും. ബാറ്ററി തിക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവിയിട്ടുണ്ട്. പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാന് നന്നായിട്ട് ചൂടായിട്ട് വരണം. എന്നിട്ട് മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇവിടെ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നത്. ആദ്യം പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം, പിന്നെ ഉള്ളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റവ ദോശയൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഹോൾസ് എല്ലാം തന്നെ ഫില്ല് ചെയ്യണമെന്നുമില്ല. ഈ ദോശ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ദോശ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിഡിലായിട്ടും കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് വെക്കാം. നെറ്റ് പോലെ ഇരിക്കും ഈ ദോശ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെടുത്ത് വെക്കണം. നന്നായിട്ട് മൊരിഞ്ഞാൽ മാത്രമേ എടുത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ ദോശ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമേ ഇല്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്